Hi students, hope you are fine. Welcome back to Social Science classroom. We are discussing third chapter. Did you remember the name of third chapter? Yes. Resistance and the First War of Independence. Resistance and the First War of Independence. Did you remember the topic that we have discussed in the last class? Last class we have discussed the exploitation of English East India Company against the farmers. Then exploitation of East India Company against the tribals and against the weavers. Today we are going to start the next subheading, the uprising. Okay, today let us discuss the heading, the uprising. നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രിട്ടീഷുകാരുടെ ഭരണം ആരൊക്കെ ചൂഷണം ചെയ്തിട്ടുണ്ട്? ഫാമേഴ്സിനെ ചൂഷണം ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ട്രൈബൽസിനെ ചൂഷണം ചെയ്തിട്ടുണ്ട്, വീവേഴ്സിനെ ചൂഷണം ചെയ്തിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നത്, എത്രത്തോളം ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ചൂഷണം ചെയ്തതോട് കൂടിയിട്ട് മിക്കവാറും ആളുകളുടെയൊക്കെ ഉപജീവനം നഷ്ടപ്പെട്ടു. അവരുടെ ഡെയിലി ബ്രെഡിനുള്ള മാർഗങ്ങൾ എന്തായി? നഷ്ടപ്പെട്ടു. അങ്ങനെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ട കർഷകര്, കൈത്തൊഴിലുകാര്, ചെറുകിട വ്യവസായികള് ഇവരൊക്കെ എന്തായി? രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ സമരങ്ങൾ നടത്തി. ഒറ്റപ്പെട്ടതാണെങ്കിലും സംഘടിതമല്ലെങ്കിലും കൂടിയിട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ സമരങ്ങളാണ് ജമീന്ദാർമാർക്കെതിരെയും അതുപോലെ തന്നെ കമ്പനിക്കെതിരെയും ഒക്കെ ആ കാലങ്ങളില് ഉണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം ഈ സബ്ഹെഡിങ്, ദ അപ്രൈസിംഗ്. You have identified the major occupational groups who lost their livelihood as a result of the company rule, haven't you? കമ്പനി ഭരണത്തിന് കീഴിലെ ജീവിതമാർഗം നഷ്ടപ്പെട്ട വിവിധ വിഭാഗത്തിലുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയില്ലേ? ആരൊക്കെയാണ്? വീവേഴ്സിന് പോയിട്ടുണ്ട്, ട്രൈബൽസിന് പോയിട്ടുണ്ട്, ഫാമേഴ്സിന്, ഇവർക്കൊക്കെ അവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടു. എന്തായിരുന്നു കാരണം? ബ്രിട്ടീഷുകാരുടെ ചൂഷണം. Thus people started rebellion against the company and zamindars. ഇങ്ങനെ ഉപജീവനം നഷ്ടപ്പെട്ട ആളുകള് കമ്പനിക്കെതിരെയും അതുപോലെ തന്നെ ജമീന്ദാർമാർക്കെതിരെയും. ജമീന്ദാർമാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ദ മിഡിൽ മെൻ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഇടനിലക്കാരാണ് ആര്? ജമീന്ദാർമാർ. ഇങ്ങനെ ജമീന്ദാർമാർക്കെതിരെയും അതുപോലെ തന്നെ കമ്പനിക്കെതിരെയും സമരം നടത്താൻ തുടങ്ങി. ആര്? ഇതുപോലെ ഉപജീവനം നഷ്ടപ്പെട്ടിട്ടുള്ള ആയിരക്കണക്കിനായിട്ടുള്ള ആളുകള്. അവരേതൊക്കെ വിഭാഗത്തിൽപ്പെടുന്നവരാണ്? അവര് നെയ്ത്തുകാരാണ്, അതുപോലെ തന്നെ ട്രൈബൽസില് ഉൾപ്പെടുന്ന ആളുകളാണ്, ഫാമേഴ്സ് ആണ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. The notable organized the resistance against the company became common in different parts of country. നന്നായി ഓർഗനൈസ്ഡ് അല്ലെങ്കിലും എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചിട്ടല്ലെങ്കിലും കൂടിയിട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളില് ബ്രിട്ടീഷുകാർക്കെതിരെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയുള്ള സമരങ്ങള് വളരെ സാധാരണമായി തീർന്നു. മിക്ക ഭാഗങ്ങളിലും ബ്രിട്ടീഷുകാർക്കെതിരെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ സമരങ്ങള് നടക്കുന്നുണ്ടായിരുന്നു. പെസൻസ് റിവോൾട്ട് സ്റ്റാർട്ടഡ് അറ്റ് ദ വെരി ബിഗിനിങ് ഓഫ് കമ്പനി റൂൾ. കമ്പനി ഭരണം തുടങ്ങിയപ്പോൾ തന്നെ കർഷക സമരവും അതുപോലെ അതിനോടൊപ്പം ആരംഭിച്ചിട്ടുണ്ട്. It is evident in the Sannyasi and Fakir rebellion that occurred in the end of 18th century. 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി ആരംഭിച്ചിട്ടുള്ള ഫക്കീർ റെബല്യനും അതുപോലെ തന്നെ സന്യാസി റെബല്യനും ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. In 19th century, several rebellions broke out in Malabar. 19ാം നൂറ്റാണ്ടിൽ നിരവധി ലഹളകള് മലബാറിൽ പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. It was led by the Mappila tenants, are known as Mappila rebellions. ഈ ലഹളകൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? മാപ്പിള കർഷകരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? മാപ്പിള ലഹള എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സിമിലർ അപ്രൈസിംഗ് ബേസ്റ്റ് ഔട്ട് ഇൻ ബംഗാൾ. അതുപോലെയുള്ള ലഹളകൾ എവിടെ ഉണ്ടായിരുന്നു? ബംഗാളിലും ഉണ്ടായിരുന്നു. ആൻഡ് വെർ നോൺ ആസ് ഫറാസി റെബല്യൻസ്. അവിടെ എന്ത് പേരിലാണ് ഇത് അറിയപ്പെട്ടത്? ഫറാസി റെബല്യൻ എന്ന പേരിലാണ് അത് അവിടെ അറിയപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇവിടെ മാപ്പിള ലഹളകൾ ഉണ്ടായിരുന്നു, അവിടെ ബംഗാളിൽ എന്തായിരുന്നു? ഫറാസി റെബല്യൻ ഉണ്ടായിരുന്നു. ബിസൈഡ്സ് ദ പെസൻസ്, ദ ട്രൈബൽസ് ആൾസോ റോസ് ഇൻ റിവോൾട്ട് അഗൈൻസ്റ്റ് കമ്പനി. പെസൻസ് മാത്രമല്ല, കർഷകർ മാത്രമല്ല, ധാരാളം ഗോത്രവർഗക്കാരായിട്ടുള്ള ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്?
ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണ്? ബ്രിട്ടീഷുകാരുടെ ചൂഷണം സഹിക്കവയ്യാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന കർഷകരും നെയ്ത്തുകാരും ഗോത്രവർഗക്കാരും ഒക്കെ ആയിട്ടുള്ള ആളുകള് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ വിവിധ തരത്തിലുള്ള ലഹളകൾക്ക് നേതൃത്വം കൊടുത്തു. ഇനി നോക്കിയാൽ ട്രൈബൽ ഗ്രൂപ്പ്സ്. ട്രൈബൽസ് ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള ലഹളകൾ നടത്തിയിട്ടുള്ളത് എന്ന് നോക്കാം. ദ ബിൽസ് ഇൻ മറാത്ത, മറാത്തയിലുള്ള ബിൽസുകള്, ദ കോളേജ് ഇൻ അഹമ്മദ് നഗർ, ദ കോൾസ് ഇൻ ചോട്ടാ നാഗ്പൂർ, ദ സാന്തൽസ് ഇൻ രാജ്മഹൽ ഹിൽസ്, ദ കുറിച്ചാസ് ഇൻ വയനാട്. ഈ വിഭാഗങ്ങളൊക്കെ മറാത്തയിലുള്ള ബിൽസ്, അഹമ്മദ് നഗറിലുള്ള കോളിസ്, അതുപോലെ തന്നെ ചോട്ടാ നാഗ്പൂരിലുള്ള കോൾസ്, രാജ്മഹൽ ഹിൽസിലുള്ള സാന്തൽസ്, അതുപോലെ തന്നെ വയനാട്ടിലുള്ള കുറിച്ചാസ്, ഇവരൊക്കെ എന്തായിട്ടുണ്ട്? ഗോത്രവർഗക്കാരാണ്. ഇവരൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിച്ചിട്ടുള്ള ആളുകളാണ്. Then the next topic, the Sandal Rebellion. The Sandals were the inhabitants of Rajmahal Hills in the Bengal province. അടുത്ത ഹെഡിങ് എന്താണ്? അപ്പോ ദ സാന്തൽ റെബല്യൻ, സാന്തൽ ലഹളയാണ്. സാന്തൽ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ദ ഇൻഹബിറ്റൻസ് ഓഫ് രാജ്മഹൽ ഹിൽസ് ഇൻ ദ ബംഗാൾ പ്രൊവിൻസ്. ബംഗാളിലുള്ള രാജ്മഹൽ കുന്നിൽ താമസിച്ചിരുന്ന ഗോത്രവർഗക്കാരായിരുന്നു, ആദിവാസി വിഭാഗമായിരുന്നു ആര്? സാന്തൽസ്. The Sandal rebellion was the result of the exploitation they faced from the company officials and money lenders. എന്തിന്റെ ഫലമായിട്ടാണ് ഈ ഒരു വിപ്ലവം ഉണ്ടായിട്ടുള്ളത്? സാന്തൽ റെബല്യൻ ഉണ്ടായിട്ടുള്ളത് ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ദേ ഫേസ്ഡ് ഫ്രം ദ കമ്പനി ഒഫീഷ്യൽസ്. കമ്പനി ഉദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ള ചൂഷണം, അതുപോലെ തന്നെ മണി ലെൻഡേഴ്സിൽ നിന്നുള്ള ചൂഷണം. ഇവരൊക്കെ ഈ സാന്തൽസിന് ചൂഷണം ചെയ്തതിൽ നിന്നാണ് എന്തുണ്ടായിട്ടുള്ളത്? സാന്തൽ റെബല്യൻ ഉണ്ടായിട്ടുള്ളത്. The Rajmahal Hills witnessed the sacrifice of more than 15,000 Sandals in this rebellion. ഈ ലഹളയിൽ എത്ര ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്? 15,000-ഓളം ആളുകളെ മരണപ്പെട്ടിട്ടുണ്ട്. ഇറ്റ് വാസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സിദ്ധു ആൻഡ് കൻഹു. ഇതാരുടെ നേതൃത്വത്തിലാണ് ഈ സാന്തൽ ലഹള നടന്നിട്ടുള്ളത്? സിദ്ധുവിന്റെയും കൻഹുവിന്റെയും നേതൃത്വത്തിലാണ് ഈ സാന്തൽ ലഹള നടന്നിട്ടുള്ളത്. അപ്പൊ ബംഗാളിലെ രാജ്മഹൽ ഹിൽസിൽ താമസിച്ചിരുന്ന ഗോത്രവർഗക്കാരായിരുന്നു ആര്? സാന്തൽസ്. ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരുമൊക്കെ ഈ ഗോത്രവർഗക്കാരെ നിരന്തരം ചൂഷണം ചെയ്തു. ഈ ചൂഷണം സഹിക്കവയ്യാതെയാണ് സാന്തൽസ് ബ്രിട്ടീഷുകാർക്കെതിരെ ലഹളയ്ക്ക് പുറപ്പെട്ടിട്ടുള്ളത്. ലഹളയുടെ ഫലം എന്തായിരുന്നു? രാജ്മഹൽ ഹിൽസിലുള്ള സാന്തൽസില് ഏകദേശം 15,000-ഓളം ആളുകൾ ഈ ലഹളയില് കൊല്ലപ്പെട്ടു. അവരുടെ നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? സിദ്ധു ആൻഡ് കൻഹു. ഓക്കെ, ഇനി ഇതിന്റെ സൈഡിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. എ സാന്തൽ ഫോക്ക് സോങ് അല്ലെ, സാന്തലിന്റെ ഒരു ഗീതം, സാന്തൽ ഗീതം നോക്കാം നമുക്ക്. ഹോ സിദ്ധു സ്മിയർഡ് ഇൻ ബ്ലഡ്, ഓ സിദ്ധു സ്മിയർഡ് ഇൻ ബ്ലഡ്. ഓ സിദ്ധു, നീ ബ്ലഡിൽ രക്തത്തിൽ കുളിച്ചിരിക്കുകയാണല്ലോ. ഓ കൻഹു സ്ക്രീം ഇൻ ഹോൾ ഹോൾ. ഓ കൻഹു, നീ എന്തിനാണ് ഹോൾ ഹോൾ എന്നിങ്ങനെ വിളിച്ചു പറയുന്നത്? ദ സ്ട്രേഡേഴ്സ്, ഈ വ്യാപാരികൾ, ദ സ്രോബസ്, ഈ കവർച്ചക്കാർ, മെയ്ഡ് us landless, നമ്മളെ ഭൂമി ഇല്ലാത്തവരാക്കി. വി വർ സ്മിയർഡ് ഇൻ ബ്ലഡ്, നമ്മൾ രക്തത്തിൽ കുളിച്ചിരിക്കുന്നു. ഫോർ അവർ ബിലവഡ് ഫോക്സ്, നമ്മുടെ സ്വന്തം നാട്ടുകാർക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ ബ്ലഡിൽ കുളിച്ചിരിക്കുകയാണ് എന്നുള്ള ഈ ഗീതം, ഈ ഗാനം, ഇത് അവരുടെ സാന്തൽ സോങ് ആയിട്ട് അറിയപ്പെടുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട്, എന്താണ്? ഡിസ്കസ് ദ സിർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ്സ് ടു ദ സാന്തൽ റെബല്യൻ ആൻഡ് പ്രിപ്പയർ എ റിപ്പോർട്ട്. ഓക്കെ, ഡിസ്കസ് ദ സിർക്കംസ്റ്റാൻസസ്, എന്ത് സാഹചര്യമാണ് സാന്തൽ റെബല്യനിലേക്ക് എത്തിയിട്ടുള്ളത്, സാന്തൽ ലഹളയിലേക്ക് എത്തിച്ചിട്ടുള്ള സാഹചര്യങ്ങളുടെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വായിച്ചാൽ തന്നെ അതിൽ നിന്ന് കിട്ടും അല്ലെ, എന്തെല്ലാം കാരണങ്ങളായിരുന്നു എന്നുള്ളത്. എക്സ്പ്ലോയിറ്റേഷൻ ബൈ
എക്സ്പ്ലോയിറ്റേഷൻ ബൈ കമ്പനി ഓഫീഷ്യൽസ് ആൻഡ് മണി ലെൻഡേഴ്സ്. അത് നമ്മൾ ഏകദേശം ഊഹിച്ചാൽ തന്നെ അറിയാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓഫീസർമാരും അതുപോലെ തന്നെ മണി ലെൻഡേഴ്സും അവരെ ചൂഷണം ചെയ്തു. അവരിൽ നിന്ന് നിർബന്ധിച്ചു എന്ത് ചെയ്തു? നികുതി വാങ്ങി. ആ നികുതി കൊടുക്കാൻ തയ്യാറല്ലാത്ത ആളുകളെയൊക്കെ അവരുടെ ഭൂമി എന്ത് ചെയ്തു? ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുത്തു. അങ്ങനെ ഭൂമിയില്ലാത്ത ആളുകളായി, തെരുവിലിറക്കപ്പെട്ട ആളുകളായി അവിടെയുള്ള സാന്തൽസ് മാറി. അങ്ങനെ മാറിയപ്പോഴാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്? ഇങ്ങനെ ഒരു ലഹളയിലേക്ക് എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ഒരു ലഹളയാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്, ദ സാന്തൽ റെബല്യൻ അല്ലെ. ഇനി സാന്തൽസ് കൂടാതെ വേറെയും ഒരുപാട് ലഹളകള് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചൂഷണത്തിനെതിരായിട്ട് നടന്നിട്ടുണ്ട്. അതില് മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗമാണ് ആര്? അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാര്, അതുപോലെ തന്നെ നാട്ടുമുഖ്യന്മാരൊക്കെ ആയിട്ടുള്ള ആളുകൾ. അവർക്ക് അധികാരം നഷ്ടപ്പെട്ടു. അവരുടെ അധികാരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചടക്കിയതോട് കൂടിയിട്ട് അവരുടെ അധികാരം നഷ്ടപ്പെടുകയും അത്തരം ആളുകളെല്ലാം തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ സമരം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ആരൊക്കെയാണ് എന്ന് നമുക്കിവിടെ നോക്കാം. The kings and chieftains who lost their power were another group that led to the rebellions. Some of them are അല്ലെ, അധികാരം നഷ്ടപ്പെട്ട രാജാക്കന്മാരെ അവരെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തിയിട്ടുണ്ട്. അവരാരൊക്കെയാന്ന് നോക്കുക. രാജ ചേത് സിംഗ് ഓഫ് അവധ്, അവധിലുള്ള രാജ ചേത് സിംഗ്. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ഓഫ് തിരുനെൽവേലി, തിരുനെൽവേലിയിലുള്ള വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ദെൻ മരുത് പാണ്ഡ്യൻ ഓഫ് ശിവഗംഗ, ശിവഗംഗയിലുള്ള മരുത് പാണ്ഡ്യൻ. പഴശ്ശിരാജ ഓഫ് മലബാർ, മലബാറിലെ പഴശ്ശിരാജ. കിറ്റൂർ ചെന്നമ്മ ഓഫ് കർണാടക, കർണാടകയിലുള്ള കിറ്റൂർ ചെന്നമ്മ. വേലുത്തമ്പി ദളവ ഓഫ് ട്രാവൻകൂർ, ട്രാവൻകൂറിലുള്ള വേലുത്തമ്പി ദളവ. ദെൻ പാലിയത്തച്ഛൻ ഓഫ് കൊച്ചി, കൊച്ചിയിലെ പാലിയത്തച്ഛൻ. ഇവരൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തിയിട്ടുള്ള, ബ്രിട്ടീഷുകാർക്കെതിരെ ലഹള നയിച്ചിട്ടുള്ള നാട്ടു രാജാക്കന്മാരാണ്. അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവരുടെയൊക്കെ അധികാരങ്ങൾ ഓരോന്നോരോന്നായിട്ട് പിടിച്ചടക്കിയതോട് കൂടിയിട്ട് ഈ നാട്ടുരാജാക്കന്മാർക്കൊക്കെ എന്ത് മനസ്സിലായി? ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിൽക്കുന്നത്, ഇവരുടെയൊക്കെ അധികാരങ്ങൾ പിടിച്ചടക്കി അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കുകയും ഇവരെല്ലാം തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ സമരം നടത്തുകയും ചെയ്തു. ഇതിലെ ചില സമരങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചിതമാണ് അല്ലെ. പഴശ്ശിരാജ നടത്തിയിട്ടുള്ള സമരങ്ങളൊക്കെ വളരെ ഫെമിലിയർ ആണ്. ദ റെബല്യൻസ് ഇൻ കേരള, കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ലഹളകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദ പഴശ്ശി റിവോൾട്ട് വാസ് വൺ ഓഫ് ദ മേജർ റിവോൾട്ട് ഓഫ് കേരള, കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു റിവോൾട്ടാണ് പഴശ്ശി റിവോൾട്ട്, പഴശ്ശിരാജ നയിച്ചിട്ടുള്ള റിവോൾട്ട്. The British lifted Pazhashiraja's right to collect taxes from Kottayam in North Malabar. നോർത്ത് മലബാറിലെ കോട്ടയത്തുള്ള നികുതി പിരിക്കാനുള്ള പഴശ്ശിരാജയുടെ അധികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി എടുത്തു കളഞ്ഞതാണ് ഈ ലഹളയിലേക്ക് നയിച്ചിട്ടുള്ളത്. ദിസ് വാസ് ദ ഇമ്മീഡിയറ്റ് കോസ് ഫോർ പഴശ്ശിരാജാസ് റിവോൾട്ട്. ഈ റിവോൾട്ടിന്റെ ഇമ്മീഡിയറ്റ് കോസ് ആണ് ഈ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ എടുത്തു കളഞ്ഞു എന്നുള്ളത്. He led a guerrilla war against the British in the forest of വയനാട്. വയനാടൻ മലനിരകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു ഗൊറില്ല യുദ്ധമാണ് ആര് നയിച്ചിട്ടുള്ളത്? പഴശ്ശിരാജ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടത്തിയിട്ടുള്ളത്. ചന്തു, കൈതേരി അമ്പു, എടച്ചനക്കുങ്കൻ and Athan Kurukal were the prominent leaders who fought with the Pazhashiraja in the revolt. ഈ വിപ്ലവത്തിലെ ഈ ലഹളയിലെ പഴശ്ശിരാജയോട് കൂടെ ഉണ്ടായിരുന്നത് ആരൊക്കെയായിരുന്നു? തലക്കിൽ ചന്തു ഉണ്ടായിരുന്നു, കൈതേരി അമ്പു ഉണ്ടായിരുന്നു, എടച്ചന കുങ്കൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അത്തൻ കുരുക്കൾ. ഇവരെല്ലാം കൂടെ പഴശ്ശിരാജയ്ക്ക് സപ്പോർട്ടായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ്. ദ റിവോൾട്ട് എൻഡഡ് വിത്ത് ദ ഡെത്ത് ഓഫ് പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ മരണത്തോട് കൂടിയിട്ടാണ് ഈ റിവോൾട്ട് അവസാനിക്കുന്നത്. 1805 പഴശ്ശിരാജ കൊല്ലപ്പെടുന്നത്. അതോട് കൂടിയിട്ടാണ് ഈ റിവോൾട്ട് അവസാനിക്കുന്നത്. ഓക്കെ, ഇത് നോക്കുക. ദ ആന്റി ബ്രിട്ടീഷ് റിവോൾട്ട് ഇൻ ട്രാവൻകൂർ വർ ലെഡ് ബൈ വേലുത്തമ്പി ദളവ. ട്രാവൻകൂറിലെ മലബാറിലാണ് പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തിയത്.
എന്നാൽ അതേസമയം ട്രാവൻകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിച്ചത് ആരായിരുന്നു? വേലുത്തമ്പി ദളവയായിരുന്നു. Then the constant intervention of company in the home affairs of Travancore hindered the smooth administration of Dalava. എന്താണ് അതിന് കാരണം? വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിക്കാനുള്ള കാരണം എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിരന്തരമായി ട്രാവൻകൂറിന്റെ ഭരണകാര്യങ്ങളിൽ ഇടപെടുകയും അത് ഭരണകർത്താക്കൾക്ക് പ്രയാസം സൃഷ്ടിക്കുകയും ചെയ്തതാണ് അവര് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ സമരം നടത്താനുള്ള കാരണം. പാലിയത്തച്ചൻ, ദ മിനിസ്റ്റർ ഓഫ് കൊച്ചി, എക്സ്റ്റെൻഡഡ് ഹിസ് അസിസ്റ്റന്റ് ടു ദളവ. വേലുത്തമ്പി ദളവയ്ക്ക് സപ്പോർട്ട് കൊടുത്തത് ആരാണ്? കൊച്ചിയിലുള്ള പാലിയത്തച്ചൻ അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുത്തു. ദ ഫേമസ് കുണ്ടറ പ്രൊക്ലമേഷൻ ഇൻ 1809, 1809 വളരെ പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടത്തിയത്. ആരാണ് കുണ്ടറ വിളംബരം നടത്തിയിട്ടുള്ളത്? വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയിട്ടുള്ളത്. എന്തായിരുന്നു വിളംബരം? ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാനുള്ള വേലുത്തമ്പി ദളവയുടെ ആഹ്വാനമാണ് കുണ്ടറ പ്രൊക്ലമേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദളവ കാൾഡ് അപ്പോൺ ദ പീപ്പിൾ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ജനങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ വേണ്ടി ഈ വിളംബരത്തിലൂടെ ആരെ വിളിക്കുകയായിരുന്നു? വേലുത്തമ്പി ദളവ വിളിക്കുകയായിരുന്നു. ദെൻ ഹവർ ഹി വാസ് ഡിഫീറ്റഡ് ബൈ ബ്രിട്ടീഷ്. പക്ഷെ സമരത്തിന്റെ അവസാനം ബ്രിട്ടീഷുകാരെ വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അവസാനം ബ്രിട്ടീഷുകാർ പിടിക്കുമെന്നായപ്പോൾ വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ആ കുറിപ്പൊന്ന് വായിച്ചു നോക്കാം. എന്താണ് അതിന്റെ ഹെഡിങ്? ദ ഫൈനൽ ജേർണി ഓഫ് പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ അന്ത്യയാത്ര എഴുതിയിട്ടുള്ളത് ആരാണ്? ടി.എച്ച്. ബാബർ ആണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ആരായിരുന്നു? സബ് കളക്ടർ, മലബാറിലെ സബ് കളക്ടർ ആയിരുന്ന ടി.എച്ച്. ബാബർ എഴുതിയിട്ടുള്ള കുറിപ്പാണ് ദ ഫൈനൽ ജേർണി ഓഫ് പഴശ്ശിരാജ. ഓക്കെ, the Raja's body was taken and put in my plankin. പഴശ്ശിരാജയുടെ മൃതദേഹം എന്റെ പല്ലക്കിലേക്ക് കയറ്റി. While the lady was dreadfully reduced from sickness was put into Captain Calfam's. അദ്ദേഹത്തിന്റെ പത്നി കയറിയിട്ടുള്ളത് ക്യാപ്റ്റന്റെ പല്ലക്കിലാണ്. The following day, അടുത്ത ദിവസം തന്നെ, the Raja's body was dispatched under a strong escort to Manandadi and a Sharistar sent with it with orders to assemble all the Brahmins and to see that the customary honors were performed at his funeral. എന്താണ് പറഞ്ഞിട്ടുള്ളത്? The following day, the Raja's body was dispatched. അടുത്ത ദിവസം തന്നെ പഴശ്ശിരാജയുടെ ബോഡി സ്ട്രോങ് എസ്കോർട്ടോട് കൂടിയിട്ട്, പട്ടാള കാവലോട് കൂടിയിട്ട് മാനന്തവാടിയിലേക്ക് അയച്ചു. അദ്ദേഹത്തെ ഈ ഭൗതിക ശരീരത്തോടൊപ്പം അയച്ചിട്ടുള്ള ഷെരിസ്താർക്ക് സെൻഡ് വിത്ത് ഓർഡേഴ്സ് ടു അസംബിൾ, ഒരു ഓർഡർ കൊടുത്തിരുന്നു. എന്തിനാണ്? ടു അസംബിൾ, വിളിച്ചു കൂട്ടാൻ, ഓൾ ദ ബ്രാഹ്മിൻസ്, എല്ലാ ബ്രാഹ്മണന്മാരെയും വിളിച്ചു കൂട്ടാൻ. And to see that the customary honors were performed at this funeral. എല്ലാ ആചാര അനുഷ്ഠാനങ്ങളോടും കൂടി തന്നെ അദ്ദേഹത്തിന്റെ ബോഡി അടക്കം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ആ ഭൗതിക ശരീരത്തോടൊപ്പം അയച്ച ഷെരിസ്താർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. I was induced to this conduct from the consideration that although a rebel, he was one of the natural chieftains of country and might be considered on that account rather than the fallen enemy. ഒരു ശത്രുവിനോട് പെരുമാറുന്ന പോലെയല്ല, ഒരു രാജ്യം ഭരിച്ചിട്ടുള്ള ശക്തനായ ഒരു ഭരണാധികാരി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അംഗീകാരം കൊടുക്കൽ ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്.
ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ ലഹളകള് നടന്നിട്ടുണ്ടായിരുന്നു. മലബാറിലെ ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത് പഴശ്ശിരാജയായിരുന്നു. ഒളിപ്പോരിലൂടെ വളരെ ശക്തമായ പോരാട്ടമാണ്, ബ്രിട്ടീഷ് പട്ടാളത്തെ വിറപ്പിച്ചു നിർത്തിയിട്ടുള്ള പോരാട്ടമാണ് പഴശ്ശിരാജ മലബാറിൽ നടത്തിയിട്ടുള്ളത്. നിങ്ങൾ പഴശ്ശിരാജ സിനിമ കണ്ടിട്ടില്ലേ? ആ സിനിമയിൽ ഏകദേശം അതിന്റെ ചരിത്രങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. ദെൻ കൊച്ചിയിലെ പാലിയത്തച്ഛനാണ് ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ട്രാവൻകൂറിലെ ആരായിരുന്നു? വേലുത്തമ്പി ദളവയായിരുന്നു. വേലുത്തമ്പി ദളവയ്ക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് പാലിയത്തച്ഛൻ കൊച്ചിയിലും അതുപോലെ തന്നെ മലബാറിലെ ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത് പഴശ്ശിരാജയുമായിരുന്നു. ഇങ്ങനെ വളരെ ശക്തമായ പോരാട്ടം നമ്മുടെ ഈ കേരളത്തില് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്നിട്ടുണ്ടായിരുന്നു.